തന്റെ കരിയറും ലൈഫിലെ എല്ലാ കാര്യങ്ങളും ഭർത്താവിനും കുട്ടിക്കും വേണ്ടി മാറ്റിവെച്ചിട്ടും അവഗണനകൾ മാത്രം നേരിടേണ്ടി വരുന്ന ഒരു യുവതി ആകസ്മികമായി തന്റെ ലൈഫിൽ വന്ന ഒരാളുമായി റിലേഷൻഷിപ്പിലാവുകയും തുടർന്നുണ്ടാകുന്ന സംഭവങ്ങളും നമുക്ക് മുന്നിൽ എത്തിച്ച ചിത്രമാണ് 2006 പുറത്തിറങ്ങിയ ലിറ്റിൽ ചിൽഡ്രൻ. നമുക്കെല്ലാവർക്കും സുപരിചിതമായ ടൈറ്റാനിക് എന്ന ചിത്രത്തിലെ നായികയായിരുന്ന കേറ്റ് വിൻസ്ലെറ്റ് ആണ് ഈ ചിത്രത്തിലെ നായികയായ സാറ എന്ന കഥാപാത്രം ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കഥയിലേക്ക് കടക്കാം. യുഎസിലെ ബോസ്റ്റൺ നഗരത്തിലാണ് ഈ കഥ നടക്കുന്നത്. അവിടെയുള്ള ഒരു ഹൗസിംഗ് കോളനിയിൽ കുട്ടികൾക്കെതിരെ അശ്ലീല പ്രദർശനം നടത്തിയ ഒരു കുറ്റവാളി ജയിൽ ശിക്ഷ കഴിഞ്ഞ് താമസത്തിനെത്തുന്നു. റോഡി എന്നായിരുന്നു അയാളുടെ പേര്. അയാൾ താമസത്തിലെത്തി കുറച്ചു നാളുകൾക്ക് ശേഷമാണ് അയാളെ കുറിച്ചുള്ള കാര്യങ്ങൾ അവിടുത്തെ താമസക്കാർ അറിഞ്ഞു തുടങ്ങിയത്. അതോടെ അവിടെയുള്ള കൊച്ചുകുട്ടികളുടെ പാരന്റ്സ് എല്ലാം പരിഭ്രാന്തരാകുന്നു. അവർ അയാളുടെ ഫോട്ടോ പതിച്ച നോട്ടീസ് അവിടെയുള്ള കുട്ടികൾക്ക് ഒരു മുന്നറിയിപ്പ് എന്നോണം പലയിടങ്ങളിലായി പതിക്കുന്നു. ഈ സംഭവവും പാരന്റ്സിന്റെ പ്രതികരണവുമെല്ലാം ഒരു ചാനൽ ലൈവായി ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ആ നഗരത്തിലാണ് സാറ എന്ന യുവതി താമസിച്ചിരുന്നത്. റിച്ചാർഡ് എന്നാണ് സാറയുടെ ഹസ്ബൻഡിന്റെ പേര്. ലൂസി എന്ന 3 വയസ്സുകാരി മകളും അവർക്കുണ്ട്. ഇംഗ്ലീഷിൽ ഡോക്ടറേറ്റ് ചെയ്തു വരികയായിരുന്ന സാറയ്ക്ക് റിച്ചാർഡിനെ കല്യാണം കഴിച്ചതോടെ അത് പാതി വഴിക്ക് ഉപേക്ഷിച്ച് വീട്ടമ്മയായി ഒതുങ്ങേണ്ടി വന്നു. ഇപ്പോൾ മുഴുവൻ സമയവും മകളുടെയും വീട്ടിലെ കാര്യങ്ങളും നോക്കി കഴിയുകയാണ് സാറ. സാറയും റിച്ചാർഡിനുള്ള ബന്ധം അത്ര നല്ല രീതിയിലായിരുന്നില്ല. റിച്ചാർഡ് ഫോൺ വീഡിയോസിന് അഡിക്റ്റ് ആയിരുന്നു. ഒരിക്കൽ റൂമിലേക്ക് കയറി വന്ന സാറ അത് കാണുകയും ചെയ്തു. തന്നോടുള്ള ബന്ധത്തിന് റിച്ചാർഡിന് താല്പര്യം കുറയുന്നതിന്റെ കാരണം സാറയ്ക്ക് അതോടെ മനസ്സിലായി. അതിനുശേഷമായിരുന്നു അവർ തമ്മിൽ അകലുവാൻ തുടങ്ങിയത്. ഒരു ദിവസം സാറ ലൂസിയെയും കൊണ്ട് അടുത്തുള്ള പാർക്കിലേക്ക് പോയി. അവിടെ തങ്ങളുടെ മക്കളുമായി വന്ന വേറെയും 3 സ്ത്രീകൾ ഇരിപ്പുണ്ടായിരുന്നു. അവർ നാട്ടുവർത്താനവും കുറച്ച് പരിദൂഷണവും ഒക്കെ പറഞ്ഞായിരുന്നു ഇരുന്നത്. എന്നാൽ സാറ അവരോടൊപ്പം കൂടാതെ അല്പം മാറിയാണ് ഇരുന്നത്. എല്ലാവരുമായും കുറച്ച് ഡിസ്റ്റൻസ് കാത്തു സൂക്ഷിക്കുന്ന ഒരു പ്രകൃതമായിരുന്നു സാറയുടേത്. അങ്ങനെ ഇരിക്കുമ്പോൾ പാർക്കിലേക്ക് ബ്രാഡ് എന്നൊരാൾ തന്റെ മകനുമായി എത്തുന്നു. 4 വയസ്സുകാരനായ മകന്റെ പേര് ആരോൺ എന്നായിരുന്നു. ബ്രാഡ് ഇതിനു മുന്നേയും ആ പാർക്കിലേക്ക് മകനെയും കൊണ്ട് വന്നിരുന്നുവെങ്കിലും സാറ ആദ്യമായിരുന്നു അയാളെ കണ്ടത്. അവിടെ നിന്ന് 3 സ്ത്രീകളും അയാളെ കളിയാക്കും പോലെ സംസാരിക്കുന്നുണ്ടായിരുന്നു. ബ്രാഡ് കാണാൻ സുന്ദരനായിരുന്നു. പക്ഷേ അവരൊന്നും അയാൾ മൈൻഡ് ചെയ്തിരുന്നില്ല. അത് തന്നെയായിരുന്നു അവർക്ക് അയാളോട് ഇറിറ്റേഷൻ തോന്നുവാനും കളിയാക്കുവാനുമുള്ള കാരണം. അവരുടെ സംസാരം കേട്ടിരുന്ന സാറ അതിലിടപെട്ട് അവരോട് കാര്യം തിരക്കുന്നു. അയാളെ തങ്ങൾ കുറച്ചു നാളുകളായി ശ്രദ്ധിക്കുന്നുണ്ടെന്നും എന്നാൽ അയാൾ ഞങ്ങളെ ആരെയും മൈൻഡ് ചെയ്യുന്നില്ലെന്നും അവർ സാറയോട് പറഞ്ഞു. അയാളുടെ പേരോ ഫോൺ നമ്പറോ നേടിയെടുക്കുന്നവർക്ക് $5 നൽകാമെന്നും അവർ പരസ്പരം ചലഞ്ച് ചെയ്തു. ആ ചലഞ്ച് ഏറ്റെടുത്ത സാറ നേരെ ബ്രാഡിന്റെ അടുത്തേക്ക് ചെന്നു. തങ്ങളുടെ മക്കളെ ഊഞ്ഞാലാടാൻ സഹായിക്കുന്നതിനിടയിൽ അവർ പരിചയപ്പെട്ടു. ബ്രാഡ് ഒരു ലോ സ്റ്റുഡന്റ് ആയിരുന്നു. എന്നാൽ കഴിഞ്ഞ 2 തവണയും എക്സാമിന് പരാജയപ്പെട്ടത് കാരണം ഒരു ലോയർ ആകാൻ അയാൾക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ലെന്നും ബ്രാഡ് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ജോലിയൊന്നും ഇല്ലാതിരുന്ന അയാൾ വീട്ടിൽ മകനെ നോക്കി സമയം ചിലവഴിക്കുകയായിരുന്നു. കാത്തി എന്നായിരുന്നു ബ്രാഡിന്റെ വൈഫിന്റെ പേര്. അങ്ങനെ ബ്രാഡിനെ കുറിച്ച് സാറയ്ക്ക് കൂടുതൽ അറിയാൻ കഴിഞ്ഞു. സാറയോട് സംസാരിച്ചു കഴിഞ്ഞ് ബ്രാഡ് മകനെയും കൊണ്ട് അവിടെ നിന്ന് പോകുവാൻ തുടങ്ങി. അവളോട് പിന്നെ കാണാമെന്ന് പറഞ്ഞ് നടക്കാൻ തുടങ്ങിയ ബ്രാഡിനെ സാറ ഒന്ന് നിൽക്കാൻ പറഞ്ഞു വിളിക്കുന്നു. ഇതെല്ലാം കണ്ടുകൊണ്ട് ആ 3 സ്ത്രീകൾ പാർക്കിലെ ബെഞ്ചിൽ തന്നെ ഉണ്ടായിരുന്നു. എന്താ എന്നുള്ള ഭാവത്തിൽ നോക്കിയ ബ്രാഡിനോട് സാറ ശബ്ദം തട്ടി ആ ഇരിക്കുന്ന 3 സ്ത്രീകൾ നിങ്ങളെ കളിയാക്കുകയായിരുന്നു എന്ന് പറഞ്ഞു. അത് കേട്ട് അവർ നോക്കിയ ബ്രാഡിനോട് നോക്കരുത്, വേറെ ഒരു കാര്യം കൂടി പറയാനുണ്ട്. നിങ്ങളുടെ ഫോൺ നമ്പർ വാങ്ങിയാൽ അവർ $5 തരുമെന്ന് ബെറ്റ് വെച്ചിട്ടുണ്ടെന്നും സാറ പറഞ്ഞു. അത് കേട്ട് ബ്രാഡ് ചിരിച്ചുകൊണ്ട് കിട്ടുന്നതിൽ പാതി എനിക്ക് തരാമെങ്കിൽ ഞാൻ നമ്പർ തരാമെന്ന് പറഞ്ഞു. പക്ഷേ നമ്പർ എഴുതി കൊടുക്കുവാനായി അയാളുടെ കയ്യിൽ പെണ്ണൊന്നുമില്ലായിരുന്നു. അത് സാരമില്ല, അവർക്കാണെങ്കിൽ നിങ്ങൾ എന്നെ ഒന്ന് കെട്ടിപ്പിടിച്ചാൽ മതിയെന്ന് സാറ ബ്രാഡിനോട് പറഞ്ഞു. അത് കേട്ട് ബ്രാഡ് അവളെ കെട്ടിപ്പിടിച്ചു. അങ്ങനെ നിൽക്കുന്നതിനിടയിൽ ആ സ്ത്രീകൾ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് നോക്കാൻ ബ്രാഡിനോട് സാറ ആവശ്യപ്പെട്ടു. ആ 3 സ്ത്രീകൾ ഇതെല്ലാം കണ്ട് വിശ്വസിക്കാനാവാതെ നോക്കിക്കൊണ്ടിരിപ്പുണ്ടായിരുന്നു. അവർ നോക്കുന്നുണ്ടെന്ന് പറഞ്ഞ് ബ്രാഡ് പെട്ടെന്ന് അവളുടെ ചുണ്ടിൽ അമർത്തി കിസ് ചെയ്യുകയും ചെയ്തു. അതൊക്കെ പ്രതീക്ഷിച്ചില്ലായിരുന്നെങ്കിലും സാറ കണ്ണുകളടച്ച കിസ് ആസ്വദിക്കുകയാണ് ചെയ്തത്. തങ്ങൾ 3 പേരും ഇത്രയും നാൾ നോക്കിയിട്ടും ഒന്നും മൈൻഡ് പോലും ചെയ്യാതിരുന്ന ബ്രാഡ് കണ്ട ആദ്യ ദിവസം തന്നെ സാറയെ കിസ് ചെയ്തത് കണ്ട് അസൂയ കാരണം എന്ത് ചെയ്യണമെന്നറിയാതായ ആ 3 സ്ത്രീകളും ബഹളം വെച്ചുകൊണ്ട് എഴുന്നേറ്റ് അവരുടെ മക്കളെയും കൊണ്ട് അവിടെ നിന്ന് പോകുവാൻ തുടങ്ങി. എന്നാൽ പോകും മുന്നേ അവരുടെ അടുത്തേക്ക് ചെന്ന സാറ അയാളുടെ പേര് ബ്രാഡ് എന്നാണെന്നും ലോയർ ആണെന്നും വളരെ നല്ല മനുഷ്യനാണെന്നും പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു. ഡോളറിന്റെ കാര്യമൊന്നും ആ സ്ത്രീകൾ വേണ്ടിയിരുന്നില്ല. അപ്രതീക്ഷിതമായി കിട്ടിയ കിസിൽ കിളിവറുന്ന അവസ്ഥയിലായിരുന്ന സാറ അതൊട്ട് അവരോട് ചോദിക്കുവാനും നിന്നില്ല. പിന്നീടുള്ള കുറച്ച് ദിവസങ്ങൾ സാറയ്ക്ക് ഒന്നിനും ശ്രദ്ധിക്കുവാൻ കഴിഞ്ഞിരുന്നില്ല. ആ പാർക്കിൽ വെച്ച് അന്ന് ബ്രാഡ് ചെയ്തതിന്റെ ഹാങ് ഓവറിലായിരുന്നു അവൾ. അപ്പോഴും അവളെ ഏലിയൻസ് തട്ടിക്കൊണ്ടുപോയി തിരിച്ച് ഭൂമിയിൽ കൊണ്ടുവിട്ടാൽ അവളുടെ മനസ്സ് എങ്ങനെ ആയിത്തീരുമോ അതുപോലൊരു മാനസികാവസ്ഥയിലായിരുന്നു സാറ. അത്രയും സ്ത്രീകളുടെയും കുട്ടികളുടെയും മുന്നിൽ വെച്ച് അയാൾ തന്നെ കിസ് ചെയ്യുന്നത് അവൾക്ക് അപ്പോഴും വിശ്വസിക്കാനാകുന്നില്ലായിരുന്നു. എന്നാൽ അവൾക്കതിൽ നാണക്കേടോ കുറ്റബോധമോ ഒന്നും തന്നെ തോന്നിയില്ല എന്നതാണ് വാസ്തവം. അതേസമയം ബ്രാഡിന്റെ മകൻ അയാളോട് അച്ഛൻ എന്തിനാണ് പാർക്കിൽ വെച്ച് ആ ആന്റിയെ കെട്ടിപ്പിടിച്ചതെന്ന് ചോദിച്ചു. ചില സമയത്ത് ഫ്രണ്ട്സ് തമ്മിൽ കെട്ടിപ്പിടിക്കാറുണ്ടല്ലോ, അങ്ങനെ ചെയ്തതാണെന്ന് മകന്റെ പാവയെ കെട്ടിപ്പിടിച്ച് കാണിച്ച് ഒരുവിധം അയാൾ പറഞ്ഞ് മനസ്സിലാക്കി. അടുത്ത ദിവസം പാർക്കിൽ ചെന്നെങ്കിലും അയാൾക്ക് സാറയെ അവിടെയെങ്കിലും കാണുവാൻ സാധിച്ചില്ല. പൂളിൽ ചെന്ന സമയം അവിടെ നിന്ന് നോക്കിയെങ്കിലും അവിടെയും ബ്രാഡ് അവളെ കണ്ടില്ല. താൻ മിക്ക ദിവസങ്ങളിൽ ഉച്ചനേരത്ത് മകനുമായി പൂളിൽ വരാറുണ്ടെന്ന് അയാൾ അവളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബ്രാഡിന് സാറയെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. അയാളുടെ മനസ്സിൽ സുന്ദരിയായ തന്റെ വൈഫിന്റെ രൂപം തെളിഞ്ഞു. നീണ്ട കാലുകളും ഇടക്കി കിടക്കുന്ന മുടിയിഴകളും പെർഫെക്റ്റ് ആയ ഷേപ്പുമെല്ലാം കാത്തിക്കുണ്ട്. എന്നാൽ സാറയ്ക്കാകട്ടെ പൊക്കം കുറവായിരുന്നു. അവളുടെ ശരീരം കാറ്റിയുടേതുപോലെ അത്ര ഷേപ്പ് ഒന്നും ഉണ്ടായിരുന്നില്ല. ത്രെഡ് ചെയ്യാത്ത പുരുകമായിരുന്നു സാറയുടേത്. എന്നിരുന്നാലും ബ്രാഡിന്റെ മനസ്സിൽ സാറയുടെ മുഖം തന്നെയായിരുന്നു. ബ്രാഡ് കാറ്റിയോട് ശാരീരികമായി താല്പര്യം പ്രകടിപ്പിക്കുമ്പോഴൊക്കെ ജോലി തിരക്കുകൾ കൊണ്ടും ആരോണിന്റെ കൂടെ സമയം ചിലവഴിക്കുന്നത് കാരണവും കാറ്റി അയാളെ ഒഴിവാക്കുന്നു. ക്രമേണ അവരുടെ ഇടയിലെ ശാരീരിക ബന്ധം പേരിന് മാത്രമായി മാറി. അടുത്ത ദിവസം ജോലിക്ക് പോകും മുന്നേ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സാമ്പത്തികമായി നമ്മൾ അത്ര മെച്ചപ്പെട്ട അവസ്ഥയിലല്ല എന്നും എക്സാം എത്രയും പെട്ടെന്ന് എഴുതി ലോയറായി ജോലിക്ക് കയറുവാനും കാറ്റി ബ്രാഡിനോട് പറഞ്ഞു. കാറ്റി പറഞ്ഞത് മനസ്സിലുണ്ടായിരുന്ന ബ്രാഡ് അന്ന് വൈകുന്നേരം പഠിക്കുവാനുള്ള പുസ്തകങ്ങൾ എടുക്കുവാനായി ലൈബ്രറിയിലേക്ക് പോയി. എന്നാൽ പോകുന്ന വഴിക്ക് ഒരു കൂട്ടം യുവാക്കൾ സ്കേറ്റിംഗ് പ്രാക്ടീസ് ചെയ്യുന്നത് കണ്ട ബ്രാഡ് വഴിയരികിലെ ബെഞ്ചിൽ അതും നോക്കി ഇരിക്കുകയാണ് ചെയ്തത്. അവരെ നോക്കിയിരുന്ന അയാൾക്ക് ലൈഫ് കുറച്ചു വർഷം പിന്നിലേക്ക് പോയി. അവരെ പോലെ ചെറുപ്പവും ബാധ്യതകളൊന്നും ഇല്ലാതെയുമായിരുന്നെങ്കിൽ എന്ന ആഗ്രഹം തോന്നി. എന്നാൽ തനിക്കൊരു ഭാര്യയും 4 വയസ്സുള്ള മകനും ഉണ്ടെന്നുള്ളതാണ് സത്യമെന്ന ബോധം വന്നതോടെ ആ ആലോചന ബ്രാഡ് അവിടെ വെച്ച്
തന്നെ അവസാനിപ്പിച്ചു. ഒരു ദിവസം ബ്രാഡിന്റെ അടുത്തേക്ക് അയാളുടെ സുഹൃത്തായ ലാരി എത്തുന്നു. ലാരി ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു. ഒരു മോളിൽ വെച്ച് അബദ്ധത്തിൽ അയാളുടെ കയ്യിലെ തോക്കിൽ നിന്നും വെടിപൊട്ടി ഒരു പെൺകുട്ടി മരിക്കുകയും അയാളുടെ ജോലി പോവുകയും ചെയ്തു. അതിനുശേഷം അയാളുടെ മെന്റൽ കണ്ടീഷൻ അത്ര ശരിയല്ലായിരുന്നു. വണ്ടിയിൽ കയറിയ ബ്രാഡിനോട് താനിപ്പോൾ കുട്ടികളെ പേടിപ്പിക്കുന്ന സൈക്കോ ആയ റോണിയുടെ പിന്നാലെയാണെന്ന് ലാരി പറഞ്ഞു. ബ്രാഡിനെയും കൊണ്ട് ലാരി അയാളുടെ കൂടെ വർക്ക് ചെയ്തിരുന്ന കുറച്ച് പോലീസ് ഉദ്യോഗസ്ഥർ റഗ്ബി കളിക്കുന്ന സ്ഥലത്തേക്ക് ചെന്നു. ഗാർഡിയൻസ് എന്നായിരുന്നു അവരുടെ ടീമിന്റെ പേര്. അവരോടൊപ്പം റഗ്ബി കളിച്ച ബ്രാഡിനെ കൂട്ടത്തിൽ ഒരാൾ ഇടിച്ചു വീഴ്ത്തുകയും ഇൻസൾട്ട് ചെയ്യുകയും ചെയ്തു. തിരികെ പോകും വഴി റോണിയുടെ വീടിന് മുന്നിലെത്തിയപ്പോൾ വണ്ടി നിർത്തിയ ലാരി ഉച്ചത്തിൽ ഹോൺ അടിക്കുകയും ബൈനോക്കുലർ വെച്ച് നോക്കുകയും ചെയ്യുന്നു. മാനസിക പ്രശ്നമുള്ള അയാൾ ആ കേസ് സ്വയം ഏറ്റെടുത്ത് റോണിയെ താൻ സ്വസ്ഥമായി ജീവിക്കാൻ സമ്മതിക്കില്ല എന്ന് ഉറപ്പിച്ചായിരുന്നു അങ്ങനെ ശല്യം ചെയ്യാൻ തുടങ്ങിയത്. അതേസമയം തന്റെ ഭർത്താവിൽ നിന്നും മാനസികവും ശാരീരികവുമായി അകന്നു കഴിഞ്ഞ സാരയ്ക്ക് ബ്രാഡിനെ വീണ്ടും കാണണമെന്ന് മനസ്സിൽ തോന്നുന്നു. വീട്ടിൽ വെച്ച് ഒരു മാഗസിൻ മറിച്ചു നോക്കിക്കൊണ്ടിരുന്ന അവൾക്ക് ഒരു റെഡ് സ്വിം സ്യൂട്ട് കണ്ട് ഇഷ്ടപ്പെടുന്നു. തനിക്ക് വേണ്ടി അപ്പോൾ തന്നെ അത് വിളിച്ച് ഓർഡർ ചെയ്ത സാര അടുത്ത ദിവസം അതുമിട്ട് ബ്രാഡ് വരാമെന്ന് പറഞ്ഞ പൂളിലേക്ക് പോയി. അവിടെ ചെന്ന് സാര ബ്രാഡിനെ കണ്ടു. അങ്ങനെ വീണ്ടും കണ്ട് സംസാരിച്ച അവർ തമ്മിൽ കൂടുതൽ അടുപ്പത്തിലായി. എന്നും പൂളിലും പാർക്കിലും ഒക്കെ വെച്ച് കണ്ടുമുട്ടി അവരുടെ കുട്ടികൾ അടുത്ത കൂട്ടുകാരെ മാറിക്കഴിഞ്ഞിരുന്നു. ബ്രാഡിനും സാരയ്ക്കും തങ്ങൾക്ക് പരസ്പരം ഇഷ്ടമാണെന്ന് മനസ്സിലായെങ്കിലും ഇരുവരും വിവാഹിതരായതുകൊണ്ട് തന്നെ അവർ പുറമെ സുഹൃത്തുക്കളായി തന്നെ പെരുമാറുവാൻ ശ്രദ്ധിച്ചിരുന്നു. ഒരു ദിവസം ആ പൂളിലേക്ക് റോണി നീന്തൽ വേഷത്തിൽ വന്നു. ആരെങ്കിലും ശ്രദ്ധിക്കും മുന്നേ അയാൾ പൂളിലിറങ്ങി കുട്ടികളോടൊത്ത് നീന്തുവാൻ തുടങ്ങി. എന്നാൽ പെട്ടെന്ന് പാരന്റ്സിൽ ചിലർ അയാളെ കാണുകയും ഉറക്കെ വിളിച്ച് ബഹളമുണ്ടാക്കുകയും ചെയ്തു. അതോടെ എല്ലാവരും അവരവരുടെ കുട്ടികളെ പൂളിൽ നിന്നും കരക്ക് കയറ്റി. അപ്പോഴേക്ക് പോലീസ് എത്തി റോണിയോട് ഇത് കുട്ടികൾക്കുള്ള പൂളാണെന്ന് പറഞ്ഞ് അയാളെ അവിടെ നിന്നും പറഞ്ഞു വിട്ടു. അയാൾ അവിടെ നിന്നും പോയി കഴിഞ്ഞാണ് പിന്നീട് കുട്ടികൾ പൂളിലേക്ക് ഇറങ്ങിയത്. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ മഴ പെയ്യുവാൻ തുടങ്ങി. സാര ബ്രാഡിനെയും ആരോണിനെയും മഴ കഴിഞ്ഞിട്ട് പോകാമെന്ന് പറഞ്ഞ് തന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ എത്തിയ സാര കുട്ടികളെ രണ്ടുപേരെയും വസ്ത്രം മാറ്റി ഉറക്കുവാൻ കിടത്തി. അതിനുശേഷം തന്റെ നനഞ്ഞ തുണികൾ മാറ്റിയിട്ട് വരാമെന്ന് പറഞ്ഞ് അവൾ ബേസ്മെന്റിലേക്ക് പോയി. ആ സമയത്ത് അവിടെ മേശപ്പുറത്തിരുന്ന സാരയുടെ ഒരു പുസ്തകം ബ്രാഡ് എടുത്ത് നോക്കുന്നു. അത് തുറന്ന് ബ്രാഡ് പൂളിൽ നിൽക്കുന്ന തന്റെ ഒരു ചിത്രമാണ് കണ്ടത്. അതോടെ സാരയ്ക്ക് തന്നെ ഇഷ്ടമാണെന്ന് ഉറപ്പായ അയാൾ നേരെ ബേസ്മെന്റിലേക്ക് ചെന്നു. സാരയുടെ അടുത്തെത്തിയ ബ്രാഡ് അവളെ കിസ് ചെയ്യുന്നു. അവിടെ വെച്ച് അവർ തമ്മിൽ ഫിസിക്കൽ റിലേഷനിൽ ഏർപ്പെട്ടു. അവർ തമ്മിലുള്ള ബന്ധം അവിടെ ആരംഭിക്കുകയായിരുന്നു. റോണിയുടെ വീട്ടിൽ അയാളുടെ അമ്മ അയാൾ ഉടനെ ഒരു പെണ്ണിനെ കണ്ടുപിടിക്കണമെന്ന് തീരുമാനമെടുത്തു. കുട്ടികളോടുള്ള അയാളുടെ താല്പര്യം ഒരു മനോവൈകല്യമാണെന്നും മകൻ ഒരു കല്യാണം കഴിച്ചാൽ അത് മാറുമെന്നും ആ സ്ത്രീ കണക്കുകൂട്ടി. അവർ പത്രപരസ്യത്തിൽ നിന്നും ഒരു പെൺകുട്ടിയെ കണ്ടുപിടിക്കുന്നു. അതിനുശേഷം റോണിയോട് ടൗണിൽ വെച്ച പെൺകുട്ടിയെ ഒന്ന് മീറ്റ് ചെയ്യുവാൻ ആവശ്യപ്പെട്ടു. തന്റെ അസുഖം ഇതുകൊണ്ടൊന്നും മാറില്ലെന്ന് റോണിക്ക് അറിയാമായിരുന്നുവെങ്കിലും അമ്മയെ വിഷമിപ്പിക്കേണ്ടെന്ന് കരുതി ആ പെൺകുട്ടിയെ പോയി കാണാമെന്ന് റോണി സമ്മതിച്ചു. അതേസമയം ബ്രാഡും സാരയും ബെഡിലായിരുന്നു. അന്ന് ബേസ്മെന്റിൽ വെച്ച് ചെയ്തതിന് ശേഷം അവർ പിന്നീട് അതൊരു പതിവാക്കി മാറ്റിയിരുന്നു. സാരയോടൊപ്പം കൂടുതൽ സമയം ചിലവഴിക്കുവാൻ വേണ്ടി വീട്ടിൽ നിന്ന് മാറി നിൽക്കാൻ ഒരു കാരണമെന്നോണം രാത്രി റഗ്ബി കളിക്കുന്നിടത്ത് ജോയിൻ ചെയ്തു. എന്നാൽ ബ്രാഡിന് എന്തോ മാറ്റമുണ്ടെന്ന് കാറ്റിക്ക് മനസ്സിലാകുന്നു. കാറ്റി അവളുടെ അമ്മയെ വിളിച്ച് സംസാരിക്കുന്ന കൂട്ടത്തിൽ അയാൾ ഇതുവരെ എത്തിയിട്ടില്ല എന്ന് പറയുന്നു. അത് കേട്ട അമ്മ നിന്റെ വിവാഹ ജീവിതമൊക്കെ ഓക്കെ അല്ലേ എന്ന് ചോദിച്ചു. ഭർത്താവ് എന്നും ലേറ്റായി വരുന്നത് ശ്രദ്ധിക്കണമെന്നും അവർ പറഞ്ഞു. അമ്മയോട് കുറച്ച് ദിവസം തന്റെ കൂടെ വന്ന് നിൽക്കുവാൻ കാറ്റി ആവശ്യപ്പെട്ടു. ഒരു ദിവസം ലാരിയോടൊപ്പം കാറിൽ യാത്ര ചെയ്യുന്ന സമയം കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ റോണി സ്വിമ്മിംഗ് പൂളിൽ വന്ന കാര്യം ബ്രാഡ് പറയുന്നു. അത് കേട്ട ലാരി ആകെ വയലന്റായി. അയാളുടെ മകളും ആ പൂളിൽ നീന്താൻ പോകുന്നുണ്ടായിരുന്നു. വണ്ടി ഓടിക്കുന്നതിനിടയിൽ തന്നെ വെട്ടിത്തിരിച്ച അയാൾ നേരെ റോണിയുടെ വീട്ടിലെത്തി അയാളുടെ അമ്മയോട് ഇനി റോണിയെ പൂളിലേക്ക് വിട്ടാൽ അവനെ കൊന്നു കളയുമെന്ന് പറഞ്ഞ് ബഹളമുണ്ടാക്കി. കുറച്ചുനേരം കേട്ടുനിന്ന ശേഷം റോണിയുടെ അമ്മ പറഞ്ഞു നിങ്ങൾ ഒരു കുട്ടിയെ കൊന്നതല്ലേ, അത്രയും ദുഷ്ടത്തരമൊന്നും റോണി ചെയ്തിട്ടില്ല എന്ന്. അത് കേട്ടതോടെ ലാരി ആകെ അപ്സെറ്റ് ആയി പോയി. അയാൾ ഒന്നും മിണ്ടാതെ വണ്ടിയിലേക്ക് കയറി. ബ്രാഡും സാരയും മിക്ക ദിവസങ്ങളിലും സാരയുടെ വീട്ടിൽ വെച്ച് മീറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. സാര അയാളെ തീവ്രമായി ഇഷ്ടപ്പെടുവാൻ തുടങ്ങിയിരുന്നു. ഒരു ദിവസം ബ്രാഡ് അറിയാതെ അയാളുടെ വീട്ടിൽ മുന്നിൽ കാർ കൊണ്ടിട്ട് വെയിറ്റ് ചെയ്ത സാര ബ്രാഡിനെയും സുന്ദരിയായ കാറ്റിയെയും കണ്ടു. ബ്രാഡ് ഫാമിലിയോടൊപ്പം നിൽക്കുന്നതും അയാളുടെ സ്മാർട്ടായ വൈഫിനെയും കണ്ട സാര നിയന്ത്രണം വിട്ട് പൊട്ടിക്കരഞ്ഞു പോകുന്നു. അടുത്ത ദിവസം അവർ തമ്മിൽ കണ്ടെങ്കിലും സാര ആകെ മൂഡ് ഓഫ് ആയിരുന്നു. എന്ത് പറ്റിയെന്ന് ചോദിച്ച അയാളോട് ഒന്നുമില്ലെന്ന് പറഞ്ഞ സാര വീക്കെൻഡ് എങ്ങനെയുണ്ടായിരുന്നു എന്ന് തിരക്കി. താൻ ഫാമിലിയുമായി ബീച്ചിൽ പോയിരുന്നു. എന്നാൽ അവിടെ വെച്ച് കാറ്റിയുമായി വഴക്കുണ്ടായെന്ന് ബ്രാഡ് പറഞ്ഞത് കേട്ടപ്പോൾ സാരയുടെ മുഖം തെളിയുന്നു. തന്നോട് ബാർ എക്സാം അറ്റൻഡ് ചെയ്യണമെന്നും ഇത്തവണ പാസ്സായേ പറ്റുള്ളൂ എന്നും പറഞ്ഞതിന്റെ പേരിലാണ് വഴക്കുണ്ടാക്കിയതെന്ന് ബ്രാഡ് പറഞ്ഞു. എക്സാം സെന്ററിലേക്ക് ട്രെയിനിൽ പോകണമെന്നും 2 ദിവസം എക്സാം ഉണ്ടെന്നും പറഞ്ഞ അയാൾ എന്തായാലും താൻ ഈ എക്സാമിന് പാസ്സാകില്ലെന്നും കൂട്ടിച്ചേർത്തു. എന്നാൽ പിന്നെ ഈ എക്സാമിന്റെ 2 ദിവസങ്ങൾ നമുക്ക് ദൂരെ എങ്ങോട്ടെങ്കിലും പോകാമോ എന്ന് സാറ ചോദിക്കുന്നു. കുറച്ചുനേരം അവളെ നോക്കിയിരുന്ന ബ്രാഡ് തനിക്ക് എക്സാം അറ്റൻഡ് ചെയ്യാതെ പറ്റില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറി. എക്സാമിന് പോകാൻ വേണ്ടി കാറ്റിയും ആരോടും കൂടിയാണ് ബ്രാഡിനെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുചെന്ന് വിട്ടത്. എന്നാൽ അവർ തിരികെ പോയി ഉറപ്പായത് ബ്രാഡ് അവിടെ കാത്തുകിടന്നിരുന്ന സാരയുടെ കാറിലേക്ക് ചെന്ന് കയറി. സാരയോട് തനിക്ക് എക്സാം അറ്റൻഡ് ചെയ്യണമെന്ന് പറഞ്ഞെങ്കിലും 2 ദിവസം ആരുടെയും ശല്യമില്ലാതെ സാരയുടെ കൂടെ ചിലവഴിക്കാൻ കിട്ടുന്ന അവസരം നശിപ്പിച്ചു കളയാൻ ബ്രാഡിന് തോന്നിയില്ല. അതേസമയം റോണി അമ്മ പറഞ്ഞതനുസരിച്ച് ഒരു റെസ്റ്റോറന്റിൽ വെച്ച് ആ പെൺകുട്ടിയെ മീറ്റ് ചെയ്യുന്നു. ഷീല എന്നായിരുന്നു അവളുടെ പേര്. സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഷീലയ്ക്ക് റോണിയെ ഇഷ്ടപ്പെടുന്നു. എന്നാൽ തിരികെ പോകും വഴി ഒഴിഞ്ഞൊരു സ്ഥലത്തേക്ക് കാർ നിർത്തിയ റോണി ഷീലയെ നോക്കി മാസ്റ്റർബേറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്രതീക്ഷിതമായി അയാൾ അങ്ങനെ ചെയ്യുന്നത് കണ്ട ഷീല ആകെ ഡെസ്പായി പോയി. അത്രയും നേരം അയാളോട് തോന്നിയ അവളുടെ ഇഷ്ടമല്ല അവിടെ വെച്ച് അവസാനിക്കുകയും ചെയ്തു. 2 ദിവസങ്ങൾക്ക് ശേഷം ബ്രാഡ് എക്സാം കഴിഞ്ഞ് തിരികെ എത്തി. എങ്ങനെയുണ്ടായിരുന്നു എന്ന് ചോദിച്ച കാറ്റിയോട് കുഴപ്പമില്ലാതെ എക്സാം എഴുതിയെന്നാണ് ബ്രാഡ് പറഞ്ഞത്. അതേസമയം വീട്ടിലെത്തിയ സാരയ്ക്ക് മകൾ വെൽക്കം ഹോം മമ്മി എന്ന് എഴുതി വെച്ചിരിക്കുന്നത് കണ്ട് കുറ്റബോധം തോന്നുന്നു. ബ്രാഡ് ഒന്നിച്ചുള്ള 2 ദിവസങ്ങൾ ലൂസി ഒന്ന് വിളിക്കാൻ പോലും സാറ മറന്നുപോയിരുന്നു. അന്ന് രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ കാറ്റി ബ്രാഡിനോട് ലൂസി എന്നൊരു പുതിയ ഫ്രണ്ടിനെ കിട്ടിയെന്ന് ആരോൺ പറഞ്ഞല്ലോ. പൂളിലും പാർക്കിലും ഒക്കെ വെച്ച് കണ്ടെന്നും പരിചയപ്പെട്ടെന്നും ആരോൺ പറഞ്ഞെന്നും പറയുന്നു. ലൂസിയുടെ അമ്മയുടെ പേരെന്താ എന്ന് കാറ്റി തിരക്കിയപ്പോൾ ഓർമ്മയില്ല എന്നാണ് ബ്രാഡ് പറഞ്ഞത്. ലൂസിയെയും ഫാമിലിയും ഒരു ദിവസം ഡിന്നറിന് ക്ഷണിക്കുവാൻ കാറ്റി ബ്രാഡിനോട് ആവശ്യപ്പെടുന്നു. അങ്ങനെ സാര റിച്ചാർഡും ലൂസിയുമായി ബ്രാഡിന്റെ വീട്ടിൽ ഡിന്നറിനായി എത്തി. അവിടെ വെച്ച് സാര ബ്രാഡിനോട് അടുപ്പം കാണിക്കുന്നതും ബ്രാഡിന്റെ മുഖത്തെ പരിഭവവും കണ്ടതോടെ കാറ്റിക്ക് അവർ തമ്മിൽ ബന്ധമുണ്ടെന്ന് ഉറപ്പായി. അടുത്ത ദിവസം തന്നെ കാറ്റിയുടെ അമ്മ അവിടെ എത്തി. അതിനുശേഷം ബ്രാഡിന്റെയും ആരോണിന്റെയും കൂടെ എല്ലായിടത്തും അവരും പോകുമായിരുന്നു. പൂളിലും പാർക്കിലും ഷോപ്പിംഗ് മാളിലുമെല്ലാം കാറ്റിയുടെ അമ്മ കൂടെ വന്നത് കാരണം ബ്രാഡിന് സാരയുമായി
ലാരിയുമായി ഒന്ന് മിണ്ടുവാൻ പോലും സാധിക്കാതെയായി. ഒരു ദിവസം രാത്രി റഗ്ബി കളിക്കാൻ ബ്രാഡ് പോകുന്ന സമയം കാത്തിയുടെ അമ്മയ്ക്ക് ക്ഷീണമായത് കാരണം കൂടെ പോകാൻ കഴിയുന്നില്ല. മാത്രമല്ല അത്രയും ദിവസം കൂടെ നടന്നിട്ടും അവർക്ക് സംശയിക്കത്തക്കതായി ഒന്നും കണ്ടെത്തുവാൻ കഴിഞ്ഞിരുന്നതുമില്ല. അവരോട് വരുന്നു എന്ന് ഒന്നുകൂടി ചോദിച്ചുറപ്പിച്ചിട്ട് ബ്രാഡ് പുറത്തേക്ക് പോയി. ബ്രാഡിനെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി സാര ഗ്രൗണ്ടിലെത്തിയിരുന്നു. ആ കളിയിൽ ബ്രാഡ് കാരണം അവരുടെ ടീം വിജയിക്കുകയും ചെയ്തു. സന്തോഷം കാരണം ബ്രാഡ് ആ ഗ്രൗണ്ടിൽ വെച്ച് തന്നെ സാരയെ കിസ് ചെയ്യുന്നു. തന്റെ ലൈഫിൽ ഇത്രയും സന്തോഷം തോന്നിയ ഒരു ദിവസം ഉണ്ടായിട്ടില്ലെന്ന് അയാൾ പറഞ്ഞു. എത്ര നാൾ ഈ റിലേഷൻ ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റുമെന്ന് സാറ സംശയത്തോട് ചോദിച്ചപ്പോൾ നമുക്ക് ഇവിടുന്ന് ദൂരെ എവിടെയെങ്കിലും പോയി ജീവിക്കാമെന്ന് ബ്രാഡ് പറഞ്ഞു. അയാൾ തമാശ പറയുകയാണെന്നാണ് സാറ വിചാരിച്ചത്. എന്നാൽ നമ്മുടെ മക്കൾക്കും പരസ്പരം അറിയാം, അവരും ഫ്രണ്ട്സ് ആണ്, അതുകൊണ്ട് തന്നെ നമുക്ക് ഒന്നിച്ച് ജീവിക്കാൻ വലിയ പ്രശ്നമൊന്നും കാണില്ലെന്ന് കൂടി പറഞ്ഞതോടെ അയാൾ സീരിയസ് ആയും തന്നെയാണ് പറയുന്നതെന്ന് സാരയ്ക്ക് മനസ്സിലായി. മനസ്സിൽ അത് പൂർണ്ണമായും ശരിയല്ലെന്ന് തോന്നിയെങ്കിലും അവൾക്കുണ്ടായ സന്തോഷം പുറമേ കാണിക്കാതിരിക്കാൻ സാരയ്ക്ക് കഴിഞ്ഞില്ല. മറുപടിയായി സന്തോഷം കാരണം ബ്രാഡിനെ കെട്ടിപ്പിടിക്കുകയാണ് അവൾ ചെയ്തത്. അതേസമയം റഗ്ബി കളിയിൽ ജയിച്ചത് ആഘോഷിക്കുവാനായി ബ്രാഡ് വരാമെന്ന് പറഞ്ഞ് ബാറിന്റെ ഫ്രണ്ടിൽ ലാരി കാത്തിരിക്കുകയായിരുന്നു. എന്നാൽ ബാർ അടയ്ക്കും വരെ കാത്തിരുന്നിട്ടും ബ്രാഡ് എത്തിയില്ല. നിരാശനായ ലാരി അതിന്റെ ദേഷ്യം തീർത്തത് റോണിയുടെ വീടിന് മുന്നിൽ ചെന്ന് മൈക്കിൽ കൂടി ബഹളം വെച്ചുകൊണ്ടാണ്. ബഹളം കേട്ട് അയൽക്കാരെല്ലാം വന്ന് നോക്കി തുടങ്ങി. അപ്പോഴേക്ക് റോണിയുടെ അമ്മ പുറത്തേക്ക് ഇറങ്ങി വന്നു. അവർ ലാരിയോട് നിർത്താൻ ആവശ്യപ്പെട്ട് മൈക്ക് പിടിച്ചു വാങ്ങുവാൻ ശ്രമിച്ചു. എന്നാൽ ദേഷ്യം വന്ന ലാരി അവരെ പിടിച്ച് തള്ളുകയാണ് ചെയ്തത്. താഴെ വീണ് അവർക്ക് ശ്വാസം മുട്ടൽ കൂടുന്നു. അയൽക്കാരെല്ലാം കൂടി അവരെ ആംബുലൻസ് വിളിച്ച് ഹോസ്പിറ്റലിലേക്ക് അയച്ചു. അതോടെ ലാരിയെ പോലീസ് എത്തി അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. കുറെ കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ കാത്തിരിക്കുകയായിരുന്ന റോണിയെ ഡോക്ടർ വിളിപ്പിക്കുന്നു. അമ്മയെ രക്ഷിക്കുവാൻ പരമാവധി ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല എന്ന് ഡോക്ടർ പറഞ്ഞു. അമ്മയുടെ ഫ്യൂണറൽ എല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്ന റോണി മേശപ്പുറത്ത് അമ്മ അയാൾക്ക് എഴുതിയ ഒരു ലെറ്റർ കണ്ടു. അത് തുറന്ന് റോണി പ്ലീസ് ബി എ ഗുഡ് ബോയ് എന്ന് എഴുതിയിരിക്കുന്നതാണ് കാണുന്നത്. അതുകൊണ്ട് വിഷമം കാരണം റോണി അവിടെ ഉണ്ടായിരുന്ന സാധനങ്ങളെല്ലാം എടുത്ത് എറിഞ്ഞ് നശിപ്പിക്കുന്നു. അത് കഴിഞ്ഞ് മേശ തുറന്ന് ഒരു കത്തി അയാളെടുത്തു. അതേസമയം ലാരി ജാമ്യത്തിൽ ഇറങ്ങി കഴിഞ്ഞിരുന്നു. റോണിയുടെ അമ്മയ്ക്ക് സംഭവിച്ചതറിഞ്ഞ അയാൾക്ക് കടുത്ത കുറ്റബോധം തോന്നി. മാപ്പ് പറയാനായി റോണിയുടെ വീട്ടിലെത്തിയെങ്കിലും റോണിയെ അവിടെയും കണ്ടില്ല. അന്നേ ദിവസം രാത്രിയായിരുന്നു സാരയും ബ്രാഡും അവിടെ വിടാൻ തീരുമാനിച്ചിരുന്നത്. മുന്നേ പറഞ്ഞതുപോലെ സാര ലൂസിയെയും കൊണ്ട് പാർക്കിലെത്തി ബ്രാഡിനെ കാത്തുനിന്നു. അതേസമയം ബ്രാഡ് വീട്ടിൽ നിന്നും ഇറങ്ങുവാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. ആരോണിനോട് തനിക്ക് അവനെ ഒരുപാട് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് കാത്തിക്ക് വേണ്ടി ഒരു ലെറ്ററും എഴുതി പോക്കറ്റിൽ വെച്ച് ബ്രാഡ് വീട്ടിൽ നിന്നും ഇറങ്ങി നടന്നു. എവിടെയെങ്കിലും സേഫ് ആയ ദൂരം എത്തിയിട്ട് ആ ലെറ്റർ കാത്തിയുടെ അഡ്രസ്സിലേക്ക് പോസ്റ്റ് ചെയ്യാനായിരുന്നു ബ്രാഡിന്റെ കണക്കുകൂട്ടൽ. എന്നാൽ പോകും വഴിക്ക് ഒരു കൂട്ടം യുവാക്കൾ സ്കേറ്റിംഗ് പ്രാക്ടീസ് ചെയ്യുന്നത് കണ്ട ബ്രാഡ് അവിടെ നിന്ന് അവരോടൊപ്പം സ്കേറ്റിംഗ് കണ്ട് എൻജോയ് ചെയ്യാൻ തുടങ്ങി. എന്നാൽ അതേസമയം ബ്രാഡിനെ കാത്ത് ഒരുപാട് നേരമായി സാറ പാർക്കിൽ വെയിറ്റ് ചെയ്യുകയായിരുന്നു. സാറ ലൂസി ഒരു ഊഞ്ഞാലിരുത്തി ആട്ടിക്കൊണ്ടിരുന്ന സമയമാണ് റോണി അവിടേക്ക് എത്തുന്നത്. അയാളെ കണ്ട് സാറ ഭയന്നെങ്കിലും അവരെ ശ്രദ്ധിക്കാതെ ഒരിടത്ത് ചെന്നിരുന്ന് കരയുകയാണ് റോണി ചെയ്തത്. അയാളുടെ കരച്ചിൽ കണ്ട് സാധാരണ തോന്നിയ സാറ അയാളുടെ അടുത്തേക്ക് ചെന്ന് കാരണം തിരക്കി. തന്റെ അമ്മ മരിച്ചുപോയെന്നും ഈ ലോകത്ത് തനിക്കിനി ആരുമില്ലെന്നും പറഞ്ഞുകൊണ്ട് റോണി കരച്ചിൽ തുടർന്നു. സാറ പെട്ടെന്ന് തിരിഞ്ഞ് ലൂസിയെ നോക്കിയപ്പോൾ കുഞ്ഞിനെ ഊഞ്ഞാലിൽ കാണുന്നില്ല. ലൂസി അന്വേഷിച്ച് ഓടിയ സാറ ദൂരെ ഒരു സ്ട്രീറ്റ് ലൈറ്റിന്റെ കീഴിൽ കുഞ്ഞ് നിൽക്കുന്നതാണ് കണ്ടത്. അവളെ തിരികെ കാറിൽ കൊണ്ടിരുത്തിയ സാറയ്ക്ക് താൻ ചെയ്യാൻ പോയത് എത്ര വലിയ മണ്ടത്തരമാണെന്ന് ഓർത്ത് കരച്ചിൽ അടക്കാൻ കഴിഞ്ഞില്ല. ഇത്രയ്ക്ക് ഉത്തരവാദിത്വമില്ലാത്ത ബ്രാഡിന്റെ കൂടെ പോയെങ്കിൽ തന്റെയും കുഞ്ഞിന്റെയും ജീവിതം എന്തായിരുന്നു എന്ന് അപ്പോഴാണ് അവൾക്ക് ബോധ്യമായത്. മനസ്സ് മുഴുവനും ബ്രാഡിനെ കുറിച്ചുള്ള ചിന്ത ആയത് കാരണം തന്റെ കുഞ്ഞിനെ ശരിക്കും ശ്രദ്ധിക്കുവാൻ പോലും കഴിയാതെ പോയതോർത്ത് അവൾ ലൂസിയോട് മാപ്പ് പറയുന്നു. അതിനുശേഷം കുഞ്ഞുമായി വീട്ടിലേക്ക് പോയ സാറ അവളെ കെട്ടിപ്പിടിച്ചു കിടന്നു. അതേസമയം സ്കേറ്റിംഗ് കണ്ടിരുന്ന ബ്രാഡിനോട് ഒന്ന് ട്രൈ ചെയ്യുന്നു എന്ന് ആ യുവാക്കളിൽ ഒരാൾ ചോദിച്ചു. ആവശ്യമൂത്ത് നിന്ന ബ്രാഡ് അതിന് തയ്യാറായെങ്കിലും തെന്നി വീണ് അയാൾക്ക് സാരമായ പരിക്ക് പറ്റുകയാണ് ചെയ്തത്. അനങ്ങാൻ പോലും കഴിയാതെ കിടന്ന അയാളെ ആംബുലൻസിലേക്ക് മാറ്റുന്നതിനിടയിൽ കാത്തിക്ക് വേണ്ടി പോസ്റ്റ് ചെയ്യാൻ കരുതിയിരുന്ന ലെറ്റർ അയാളുടെ പോക്കറ്റിൽ നിന്നും വീണത് ഒരു ചെക്കൻ എടുത്തു കൊടുക്കുന്നു. എന്നാൽ ഇനി എനിക്കതിന്റെ ആവശ്യമില്ല എന്നാണ് ബ്രാഡ് പറഞ്ഞത്. അതേസമയം പാർക്കിൽ നിന്ന് റോണിയുടെ അടുത്തേക്ക് ലാരി എത്തുന്നു. അയാൾ അമ്മ മരിക്കാൻ കാരണക്കാരനായതിൽ തന്നോട് ക്ഷമിക്കണമെന്ന് റോണിയോട് പറഞ്ഞു. എന്നാൽ അപ്പോഴാണ് റോണി ഇരിക്കുന്നിടത്ത് നിന്നും താഴേക്ക് രക്തം തുള്ളിത്തുള്ളിയായി വീഴുന്നത് ലാരി ശ്രദ്ധിച്ചത്. സൂക്ഷിച്ചു നോക്കിയ ലാരിക്ക് റോണി അയാളുടെ പ്രൈവറ്റ് പാർട്ട് കട്ട് ചെയ്ത് കളഞ്ഞതാണെന്ന് മനസ്സിലായി. അമ്മ കൂടിയില്ലാതെ എനിക്കിനി ജീവിക്കാനാകില്ല, ഞാൻ കാരണം ഇനി ആർക്കും ശല്യവും ഉണ്ടാകില്ലെന്ന് പറഞ്ഞ റോണി താഴേക്ക് കുഴഞ്ഞു വീഴുന്നു. ലാരി ഉടൻ തന്നെ അയാളെ താങ്ങിയെടുത്ത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനായി തന്റെ വണ്ടിയിൽ കയറ്റുന്നു. റോണി ഇതിനു മുന്നേ പല തെറ്റുകൾ ചെയ്തിട്ടുള്ള ആളാണെങ്കിലും ആ സമയം അയാളെ രക്ഷിക്കണമെന്ന ചിന്തയിൽ നിന്നും അതൊന്നും ലാരിയെ പിന്തിരിപ്പിച്ചില്ല. തെറ്റുകൾ ആർക്കും സംഭവിക്കാം, പക്ഷേ മുന്നോട്ടുള്ള യാത്രയിൽ ചിലപ്പോൾ അവർ നേരായ വഴിയിൽ എത്തിയെന്നും വരാം. എല്ലാത്തിനും തുടങ്ങിക്കിട്ടുവാൻ ഒരു പോയിന്റ് ലൈഫിൽ വേണം താനും. അതിന് റോണി ജീവിച്ചിരുന്നാലേ മതിയാകൂ എന്ന് ലാരി കരുതി. അതേസമയം തന്നെയാണ് ബ്രാഡിനെയും ഹോസ്പിറ്റലിൽ എത്തിക്കുന്നത്. അപ്പോഴേക്ക് വിവരമറിഞ്ഞ് കാത്തിയും അവിടേക്ക് എത്തിയിരുന്നു. ആ സമയം തന്റെ മകളുടെ കാര്യം പോലും മറന്ന് ഉത്തരവാദിത്വ ബോധമില്ലാത്ത ഒരാളുടെ പിന്നാലെ പോയതിന്റെ കുറ്റബോധത്തിലായിരുന്നു സാറ. അവിടെ ഈ ചിത്രം അവസാനിക്കുകയാണ്. ലൈഫിൽ എല്ലാവർക്കും തെറ്റും ശരിയും തിരിച്ചറിയാൻ ഒരു സമയമുണ്ടാകും. അവിടെ വെച്ച് ശരിയായ വഴി തിരഞ്ഞെടുത്താൽ ജീവിതം സുന്ദരമായി തന്നെ മുന്നോട്ട് പോകുമെന്ന സന്ദേശമാണ് ഈ ചിത്രത്തിലൂടെ സംവിധായകൻ നൽകാൻ ശ്രമിക്കുന്നത്. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്തൊരു നല്ല ചിത്രവുമായി ഉടനെ കാണാമെന്ന പ്രതീക്ഷയോടെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.